students. I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about some special cases relating the graphical method, and the case one is the infeasibility solution. And in this class, in this session, we are trying to discuss about the second special case on the graphical method, that is the unbounded solution. That is graphical method, special case number 2, unbounded solution. എന്താണ് അൺബൗണ്ടഡ് സൊല്യൂഷൻ? നമ്മൾ നേരത്തെ ബേസിക് ഡെഫിനേഷൻസ് ഈ LPBയായിട്ട് റിലേറ്റ് ചെയ്തപ്പെട്ട ബേസിക് ഡെഫിനേഷൻസ് നമ്മൾ പഠിച്ചപ്പോൾ കുറേ ഡെഫിനേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഓൾറെഡി. സൊല്യൂഷൻ എന്താണ്, അതുകൊണ്ട് തന്നെ ബേസിക് സൊല്യൂഷൻ എന്താണ്, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്താണ്, ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഒരു ഡെഫിനേഷനാണ് അൺബൗണ്ടഡ് സൊല്യൂഷൻസിനെ പറ്റി. വാട്ട് ആർ അൺബൗണ്ടഡ് സൊല്യൂഷൻസ്? Unbounded solutions are a set of values of the decision variable that increases or decreases the objective function ഇൻഫൈനൈറ്റ്ലി. ഇൻഫിനിറ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂവിനെ ഇൻഫിനിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ സാധിക്കുന്ന ഡിസിഷൻ വേരിയബിൾസിൻ്റെ വാല്യൂസ് നമ്മൾ എന്ന് വിളിക്കുന്നത് അൺബൗണ്ടഡ് സൊല്യൂഷൻ വിളിക്കുന്നു. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഡിസിഷൻ വേരിയബിൾസ് ഏതൊക്കെയാണോ ആ ഡിസിഷൻ വേരിയബിൾസിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് ഏതൊക്കെ വാല്യൂസ് അസ്യൂം ചെയ്യുമ്പോഴാണോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് ഇസഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിട്ട് പോകുന്നത് ഇൻഫൈനൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നത് ആ തരത്തിലുള്ള സൊല്യൂഷൻസ് നമ്മൾ എന്ന് വിളിക്കുന്നത് അൺബൗണ്ടഡ് സൊല്യൂഷൻ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അൺബൗണ്ടഡ് സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ അൺബൗണ്ടഡ് സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എപ്രകാരമായിരിക്കും അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ സെക്ഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് കൺസിഡർ എ പ്രോബ്ലം. That is, maximize z is equal to 2x1 plus x2 subject to the constraints x1 minus x2 less than or equal to 2, 2x1 minus x2 less than or equal to 3, and third constraint x1 x2 greater than or equal to 0, the non-negativity condition. എന്തൊക്കെയായിരുന്നപ്പോൾ ഫസ്റ്റ് വൺ z is equal to x1 plus x2 ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ എന്താണ്? മാക്സിമൈസേഷൻ ആണ്. ആൻഡ് ടു കൺസ്ട്രെയിൻസ് x1 minus x2 less than or equal to 2 and 2x1 minus x2 less than or equal to 3, and the third constraint which is the non-negativity constraint, that is x1 and x2, the value of the two decision variables are greater than or equal to 0. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസിനും കറസ്പോണ്ടിങ് എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നു? നമ്മുടെ ഗ്രാഫ് നമ്മളൊന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ആ ഗ്രാഫ് എപ്രകാരം വരുന്നത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ കൺസ്ട്രെയിൻസിൻ്റെയും ഇക്വാളിറ്റി ഫോം എടുത്ത് എഴുതുന്നു. ആ ഇക്വാളിറ്റി ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ സെഗ്മെന്റ്സ് മാർക്ക് ചെയ്യാനായിട്ടുള്ള ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് x1 x2. x1 കറസ്പോണ്ടിങ് ആയിട്ട് x1 0 കൊടുക്കുമ്പോൾ x2ന്റെ വാല്യൂ നമുക്ക് -2 എന്ന് കിട്ടും. കറസ്പോണ്ട് തിരിച്ച് x2ന് 0 കൊടുക്കുമ്പോൾ x1ന്റെ വാല്യൂ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് ലൈൻ സെഗ്മെന്റിന്റെ ഇനിഷ്യൽ പോയിന്റ് ടെർമിനൽ പോയിന്റ് ഏതൊക്കെയായിരിക്കും? ഇറ്റ് ഈസ് 0 -2 ആൻഡ് ടെർമിനൽ പോയിന്റ് ഈസ് 2 0. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് കൺസ്റ്റന്റ് നമ്മൾ എടുക്കുന്നു. സെക്കൻഡ് കൺസ്റ്റന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാലിറ്റി നമ്മൾ എഴുതി. ആ ഇക്വാലിറ്റി അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ലൈൻ സെഗ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ലൈൻ സെഗ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും കണ്ടുപിടിക്കാനുള്ള ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. x1 x2 എന്ന ടേബിളിനകത്ത് x1ന് 0 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് x2ന്റെ വാല്യൂ നമുക്ക് -3 എന്നും x2ന് 0 കൊടുക്കുമ്പോൾ x1ന്റെ വാല്യൂ നമുക്ക് 1.5 അഥവാ 3/2 നമ്മൾ എന്തായിട്ട് എഴുതിയത്? 1.5 ആയിട്ട് എഴുതിയത്. Therefore ഈ തന്നിരിക്കുന്ന ലൈൻ സെഗ്മെന്റ് അനുസരിച്ച് ഇവിടുത്തെ ഇനിഷ്യൽ പോയിന്റ് ഏതാണ്ട് 0 -3 ആൻഡ് 1.5 0. Therefore initial point is 0 -3 and the final point is 1.5 0. നമുക്ക് എന്ത് കിട്ടി? ഈ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരയ്ക്കേണ്ട രണ്ട് കൺസ്ട്രെയിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടി? രണ്ട് ലൈൻ സെഗ്മെന്റ്സിന്റെ ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും കിട്ടി. എന്ത് ചെയ്യണം? ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഇനിഷ്യൽ പോയിന്റിനകത്ത് എന്ത് വരുന്നു? ഒരു നെഗറ്റീവ് വാല്യൂ അപ്പിയർ ചെയ്യുന്നുണ്ട്. -2 നെഗറ്റീവ് വാല്യൂ അപ്പിയർ ചെയ്യുന്നുണ്ട്. സിമിലർലി ഇവിടെ എന്തുണ്ട്? സെക്കൻഡ് ലൈൻ സെഗ്മെന്റിന്റെയും ഇനിഷ്യൽ പോയിന്റിനകത്ത് x2ന്റെ പൊസിഷനിൽ എന്ത് വാല്യൂ വരുന്നുണ്ട്? ഒരു നെഗറ്റീവ് വാല്യൂ അപ്പിയർ ചെയ്യുന്നുണ്ട്. സോ ആ നെഗറ്റീവ് പോയിന്റ്സ് കൂടെ കൺസിഡർ ചെയ്തിട്ട് എന്ത് വരയ്ക്കാനായിട്ട് ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്.
സോ നമുക്ക് ആവശ്യമുള്ള രണ്ട് ലൈൻ സെഗ്മെന്റ്സ് ഇവ രണ്ടുമായിരുന്നു. 0 -2 2 0 എന്ന് പറയുന്ന ഇനിഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റുമുള്ള ലൈൻ സെഗ്മെന്റും 0 -3 1.50 എന്ന് പറയുന്ന ഇനിഷ്യൽ പോയിന്റ് ടെർമിനൽ പോയിന്റുമുള്ള ലൈൻ സെഗ്മെന്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആദ്യം x1 x2 എന്ന് പറയുന്ന രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്ത് വരച്ചു? ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലോട്ട് നമ്മൾ വരച്ചു കൊടുത്തു. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആക്സിസ് എല്ലാം x1 ആക്സിസ് ആയിട്ടും വെർട്ടിക്കൽ ആക്സിസ് നമ്മൾ x2 ആക്സിസ് ആയിട്ടും എടുത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ x1 ഇവിടെ നമ്മൾ ഈ രണ്ട് ആക്സുകളും വന്ന് കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ആണ് 0 0 അഥവാ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ്. ഇത്ര നാൾ നമ്മൾ ചെയ്ത പ്രോബ്ലങ്ങളിനകത്തെല്ലാം ഈ കോർഡിനേറ്റ്സ് എപ്പോഴും എന്തായിരുന്നു? പോസിറ്റീവ് വാല്യൂസ് മാത്രമായിരുന്നു വരുന്നത്. x1 കോർഡിനേറ്റും x2 കോർഡിനേറ്റും എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് മാത്രം വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് മാത്രമേ എടുത്തുള്ളൂ? ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം എന്ത് ചെയ്തുള്ളൂ? കൺസിഡർ ചെയ്യുള്ളൂ. അതായത് x1 പോസിറ്റീവ് ആവുന്ന കേസും x2 പോസിറ്റീവ് ആവുന്ന കേസുകളും ആ രണ്ട് ആക്സുകളെ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ കേസിൽ എന്ത് വരുന്നുണ്ട്? x2ന്റെ വാല്യൂ എങ്ങനെ വരുന്നുണ്ട്? നെഗറ്റീവ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നുണ്ട്. Here the value of x2 coordinate is -2 and here the value of the x2 coordinate is -3. So നമുക്ക് എന്തിനുള്ള പ്രസൻസ് ആവശ്യം വന്നു? x2ന്റെ കോർഡിനേറ്റ് നെഗറ്റീവ് ആകുന്ന കണ്ടീഷൻ നമുക്ക് ആവശ്യം വന്നു. സോ നമ്മൾ ചെയ്യുന്നത് 0 മുതൽ റൈറ്റ് ഹാൻഡ് സൈഡോട് എടുക്കുന്ന ആ പോയിന്റ്സ് അതാണ് x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിറ്റീവ് പോയിന്റ്സ്. അതേ 0യിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ പോയിന്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് x1 എന്ന് പറയുന്ന ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ് ആക്സിസ് ആയിരിക്കും. ദാറ്റ് ഈസ് -x1 ആക്സിസ്. ദാറ്റ് ഈസ് -1 -2 -3 എന്ന് നമുക്ക് എന്ത് ചെയ്ത് പോകാം? മാർക്ക് ചെയ്ത് പോകാം. സിമിലർലി 0 എന്ന് പറയുന്ന ഒറിജിൻ മുതൽ പോസിറ്റീവ് ഡയറക്ഷൻ മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിലുള്ള x2 ആക്സിസിനകത്ത് വരുന്ന പോയിന്റ്സ് എല്ലാം എന്ത് തന്നെ ആയിരിക്കും? പോസിറ്റീവ് കോർഡിനേറ്റ്സ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം 0യിൽ നിന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കുള്ള ആക്സിസിലെ പോയിന്റ്സ് എല്ലാം തന്നെ എന്തായിട്ട് വരും? അപ്പോൾ നെഗറ്റീവ് കോർഡിനേറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് -1 -2 -3 എക്സെട്ര. സോ ഇങ്ങനെയാണ് എന്ത് വരച്ചത്? x1 x2 കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്യാനുള്ള പ്ലോട്ട് നമ്മൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ പോയിന്റ്സും മാർക്ക് ചെയ്യണം. ഹിയർ ദ ഫസ്റ്റ് കോർഡിനേറ്റ് ഈസ് 0 -2. 0 -2 എന്ന് പറയുന്ന ഈ കോർഡിനേറ്റ് സംബന്ധിച്ച് ഇവിടെ x1ന്റെ കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. x2ന്റെ പോയിന്റ് എന്താണ്? -2. x1 കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് തന്നെ അത് ഏത് ആക്സിലെ പോയിന്റ് ആയിരിക്കും? x2 ആക്സിലെ പോയിന്റ് ആയിരിക്കും. x1 കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് എന്ന് പറയുന്നത് ഏത് ആക്സിലെ ആയിരിക്കും? x2 ആക്സിലെ ആയിരിക്കും. Therefore ഈ 0 -2 എന്ന് പറയുന്ന പോയിന്റ് എവിടത്തെ ആയിരിക്കും? ഈ x2 ആക്സിസിലെ ഏത് പോയിന്റ് ആയിരിക്കും? -2 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. ദിസ് ഇസ് ദ റിക്വയർഡ് പോയിന്റ്, ദാറ്റ് ഈസ് 0 -2. What about the final point? That is 2 0. 2 0 എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകത എന്താ? അവിടെ x2 കോർഡിനേറ്റ് 0 ആണ്. Therefore that coordinate is belongs to the x1 axis. ആ പോയിന്റിനെ സംബന്ധിച്ച് അവിടുത്തെ x2 കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് അത് ഏത് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും? x1 ആക്സിന് ബിലോങ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് x1 കോർഡിനേറ്റ് എത്ര വരും? 2. അതായത് x1 ആക്സിസിൽ 2 എന്ന് പറയുന്ന ഈ പോയിന്റ്, ദാറ്റ് ഈസ് ദിസ് ഈസ് 2 0. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലേക്കും താഴേക്കും വരയ്ക്കാം നമുക്ക്. ഇതുപോലെ നമുക്ക് എന്ത് വരയ്ക്കാം? സെക്കൻഡ് ലൈൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പം ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് x1 - x2 ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു, ഈ ലൈൻ ആയിരുന്നു ഇത്. അതിന്റെ നെക്സ്റ്റ് ലൈൻ എന്താണ്? 0 -3 ആൻഡ് 1.5 0. നമ്മൾ ഈ ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? x1 കോർഡിനേറ്റ് 0 ആണ്. Therefore x2 ആക്സിസിലെ ഏത് പോയിന്റ്? -3 എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് ഈസ് 0 -3 ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 1.5 0. 1.5 എന്ന് പറയുമ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള ഈ പോയിന്റ്, ദാറ്റ് ഈസ് ദിസ് ഈസ് 1.5 0. ഇവ തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. സോ ഈ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏത് ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ടതായിരിക്കും? 2x1 - x2 ഈക്വൽ ടു
3 എന്ന് പറയുന്ന ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് ആണിത്. സോ നമ്മളുടെ കൺസ്ട്രെയിൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെഴുതി? ഇക്വാളിറ്റി എഴുതി. ആ ഇക്വാലിറ്റിയിൽ നിന്നും ലൈൻ സെഗ്മെന്റ്സിന്റെ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും കണ്ടുപിടിച്ചു. ആ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ആ ലൈൻ സെഗ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത് ഈ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് ഉപയോഗിച്ച് ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുന്നത്. അഥവാ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയൻസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഇനീക്വാളിറ്റി ഏതായിരുന്നു? x1 മൈനസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻ. ആ ഫസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ലൈൻ സെഗ്മെന്റ് എവിടെ കൂടെ പാസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. 0 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 0 0 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ ഇനീക്വാളിറ്റിക്കകത്ത് അപ്ലൈ ചെയ്യാം. therefore 0 minus 0 less than or equal to 2, that is 0 less than or equal to 2. The resulting statement is a true statement. Therefore നമുക്ക് എന്ത് പറയാം? ഈ ഫസ്റ്റ് ലൈൻ സെഗ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സൊല്യൂഷൻ റീജിയൻ ഏതായിരിക്കും? ആ 0 0 എന്ന് പറയുന്ന പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് റീജിയൻ? അപ്വേർഡ് ഡയറക്ഷൻ ആണോ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണോ? ആ ഡയറക്ഷനിലേക്കായിരിക്കണം എന്ത് എക്സിസ്റ്റ് ചെയ്യും? നമ്മുടെ ഫീസിബിൾ റീജിയൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ x1 മൈനസ് x2 ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിന്റെ ഏത് സൈഡിലാണോ ഈ 0 0 എന്ന് പറയുന്ന പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടേക്ക് വേണം എന്ത് ചെയ്യാനായിട്ട്? നമ്മുടെ ഷെയ്ഡ് നമ്മൾ കൊടുക്കാൻ. ദാറ്റ് ഈസ് ടു ദ അപ്വേർഡ് പോർഷൻ. സോ ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയ്ഡ് നമ്മൾ കൊടുത്തു. സിമിലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ലൈൻ സെഗ്മെന്റിനെ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിന്റ് 2x1 മൈനസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഈ ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ചും ഈ ലൈൻ സെഗ്മെന്റ് എവിടെ കൂടെ പാസ് ചെയ്യുന്നില്ല? 0 0 എന്ന് പറയുന്ന ഒറിജിനൽ കൂടെ പാസ് ചെയ്യുന്നില്ല. therefore we can apply the point 0 0 in the constraint. So 2 into 0 minus 0 less than or equal to 3. Therefore 0 less than or equal to 3. The resultant statement is a true statement. Hence we can say that the shaded region, the point 0 0 belongs to the shaded region. 0 0 എന്ന പോയിന്റ് ഈ കറസ്പോണ്ടിങ് കൺസ്ട്രെയിന്റ് ഈ കറസ്പോണ്ടിങ് ലൈൻ സെഗ്മെന്റ് ഷെയ്ഡഡ് റീജിയനിൽ ബിലോങ് ചെയ്യുന്നു. therefore ഏത് റീജിയൻ? ഇതിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതിൽ നമുക്ക് എന്ത് കൊടുക്കാം? 0 0 എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയനിലേക്ക് ആ ലൈൻ സെഗ്മെന്റിൽ നിന്ന് എന്ത് കൊടുക്കാം? ഷെയ്ഡിങ് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്ത് റീജിയൻ എന്നാണ് പറഞ്ഞത്? കോമൺ ഷെയ്ഡഡ് റീജിയൻ എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ലൈൻ സെഗ്മെന്റ്സിന്റെയും ഷെയ്ഡിങ് നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? കോമൺ ഈ രണ്ട് ലൈൻ സെഗ്മെന്റിന്റെ ഷെയ്ഡിങ് കോമൺ ആയിട്ടിരുന്ന റീജിയൻ നമ്മൾ എന്താണ് എടുക്കുന്നത്? ഫീസിബിൾ റീജിയൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഈ ക്വസ്റ്റിനകത്ത് കോമൺ ഷെയ്ഡഡ് റീജിയൻ വരുന്ന എവിടെയൊക്കെയാണെന്ന് നോക്കുക. രണ്ട് ഷെയ്ഡിങ്ങും ഒരുപോലെ വരുന്ന റീജിയൻസ്. അപ്പോൾ ഒരു കാര്യം കൺസിഡർ ചെയ്യണം. എന്താണ്? നമ്മളുടെ കോമൺ ഷെയ്ഡഡ് റീജിയൻ, ആ കോമൺ ഷെയ്ഡ് റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ മൂന്നാമത്തെ കണ്ടീഷൻ ഏതാണ്? നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഈ ലൈൻ സെഗ്മെന്റ്സ് വരയ്ക്കുമ്പോൾ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത് കൊണ്ട് മാത്രമാണ് എന്തെടുത്തത്? ഈ നെഗറ്റീവ് റീജിയൻസ് നമ്മൾ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്തത്. അറ്റ് ദ സെയിം ടൈം കോമൺ ഷെയ്ഡിങ് റീജിയൻ വരുമ്പോഴത്തെ കോമൺ ഷെയ്ഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം? നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ. അതായത് x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന റീജിയൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കോമൺ ഷെയ്ഡ് റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാൽ ഈ ലൈനിന് ഈ x1 ആക്സിന് മുകളിലേക്കുള്ള റീജിയൻ. x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ x2 ആക്സിന് റൈറ്റ് സൈഡിലേക്കുള്ള റീജിയൻ. അപ്പോൾ ഈ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് ആണ് ഏത് കൺസ്ട്രെയിൻ ആയിട്ടുള്ള മൂന്നാമത്തെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ therefore നമുക്ക് ഷെയ്ഡഡ് റീജിയൻ, കോമൺ ഷെയ്ഡ് റീജിയൻ അഥവാ ഫീസിബിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എവിടെ മുതൽ എടുത്താൽ മതി? ഈ 0 0 എന്ന് പറഞ്ഞ ഒറിജിന്റെ ബാക്കിയായിട്ട് നമ്മൾ ഷെയ്ഡഡ് റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. therefore ഇത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കോമൺ വരുന്ന ഏതൊക്കെ റീജിയൻ ആണ്? ഈ ഒരു റീജിയൻ ആണ്.
അല്ലേ? ഒന്നുകൂടെ പറയാം, ആദ്യം നമ്മൾ ലൈൻ സെഗ്മെന്റ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ലൈൻ സെഗ്മെന്റ്സിന്റെ ഇനിഷ്യൽ പോയിന്റിലോ ഫൈനൽ പോയിന്റിലോ എന്ത് വന്നു, നെഗറ്റീവിന്റെ പ്രസൻസ് കടന്നു വന്നതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്സുകൾ നമ്മൾ എടുക്കാനായിട്ട് കാരണമായത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഷെയ്ഡഡ് റീജിയൻ, ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ കോമൺ ഷെയ്ഡഡ് റീജിയൻ, ഫീസിബിൾ റീജിയൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവിടെ ഈ രണ്ട് കൺസ്ട്രെയിൻസ് മാത്രമല്ല എന്തുണ്ട്, മൂന്നാമതൊരു എക്സ്ട്രാ കൺസ്ട്രെയിൻ കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് എ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ, ദാറ്റ് ഇസ് x1 and x2 greater than or equal to 0. അപ്പോൾ ആ ഒരു കൺസ്ട്രെയിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തെടുത്താൽ മതി, ഈ കോമൺ ഷെയ്ഡഡ് റീജിയനിൽ x1 greater than or equal to 0യും x2 greater than or equal to 0യും വരുന്ന അത്രയും പോർഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കോമൺ ഷെയ്ഡ് റീജിയൻ ആയിട്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈ 0 നിന്ന് റൈറ്റിലേക്കുള്ള റീജിയനും അപ്വേർഡ് ആയിട്ടുള്ള പോർഷനും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുകളിലേക്കുള്ളത് മാത്രമല്ല, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പോർഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി കോമൺ ഷെയ്ഡ് റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫീസിബിൾ റീജിയൻ. ദെർഫോർ ഇതാണ് നമ്മളുടെ എന്ത്, ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയൻ. അതെ, ഈ ഫീസിബിൾ റീജിയൻ അനലൈസ് ചെയ്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനകത്ത് എല്ലാം തന്നെ ഫീസിബിൾ റീജിയൻസ് ഒരു പോളിഗണാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു നമുക്ക് സാധാരണ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരുന്നത്, ഫീസിബിൾ റീജിയൻ അത് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച്, ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ സംബന്ധിച്ച് ഇവിടുത്തെ നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്തായാലും ഒരു അൺബൗണ്ട് ആയിട്ടുള്ള ഒരു റീജിയനാണ്. ഇതിനെന്നില്ല, അപ്വേർഡ് ബൗണ്ട് ഇല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ബൗണ്ടറിയിൽ നിന്ന് എത്ര വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഏത് നമ്പേഴ്സ് വേണമെങ്കിൽ, ഏത് സൊല്യൂഷനും വേണമെങ്കിൽ, x1 x2ന്റെ വാല്യൂ വേണമെങ്കിൽ നമുക്ക് അൺബൗണ്ട് ആയിട്ട് കിടക്കുകയാണ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ദെർഫോർ ഈ റീജിയനാണ് അൺബൗണ്ടഡ് ആയിട്ട് കിടക്കുന്നത് ഏത് പോയിന്റ്സിനെ ഇവിടെ നമുക്ക് എടുക്കാം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അത് അപ്ലൈ ചെയ്യാം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ നടത്തുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ഇൻഫൈനൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യും. ദെർഫോർ ഇവിടെ എന്തിന്റെ പോസിബിലിറ്റി ഉണ്ട്, ഒരു അൺബൗണ്ടഡ് സൊല്യൂഷന്റെ എക്സിസ്റ്റൻസിന്റെ പോസിബിലിറ്റി ഉണ്ട്. സോ അതാണ് പറഞ്ഞത്, ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, അൺബൗണ്ടഡ് സൊല്യൂഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സോ ദ സെക്കൻഡ് സ്പെഷ്യൽ കേസ് എന്തിൻ്റെ, ഗ്രാഫിക്കൽ മെത്തേഡിന്റെ സ്പെഷ്യൽ കേസായിട്ട് വരുന്നത് ഇൻഫീസിബിലിറ്റി അല്ലാതെ രണ്ടാമത്തെ സെക്കൻഡ് സ്പെഷ്യൽ കേസ്, ദാറ്റ് ഈസ് ദ അൺബൗണ്ടഡ് സൊല്യൂഷൻ. അൺബൗണ്ടഡ് സൊല്യൂഷൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ അൺബൗണ്ടഡ് സൊല്യൂഷൻസിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെ വരും, ഇത്തരത്തിലൊരു റെപ്രസെന്റേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യുക, ആ പിക്ക് എടുത്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക. താങ്ക് യു.